ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന ലെസണിലെ ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ദീസ് ആർ സം ഓഫ് ദി ഈവൻറ്റ്സ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി. റീഡ് ദം കെയർഫുള്ളി. അപ്പോൾ ഒരു 10 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നമ്മൾക്ക് എന്ത് ചെയ്യാനാണ്? അത് ജംബിൾഡ് വേയിലാണ് കിടക്കുന്നത്. അതായത് അവിടെ ഇവിടെ മാറിയാണ് കിടക്കുന്നത്, ഓർഡറിലല്ല കിടക്കുന്നത്. ഇത് നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതണം. ആദ്യത്തെ എങ്ങനെയാണ് വരിക? റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. ഓൾറെഡി എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് ആദ്യം വരിക. ഇനി അടുത്തത് ഏതാണെന്ന് നോക്കാം. റിക്കീസ് മദർ ഗീവ്സ് ഹിം കോറസ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. Then Ricky wakes up to find his room perfectly clean and tidy. Fourth one, Ricky searches for his missing t-shirt and football. Fifth one, Ricky follows the butler robot around the house to spy on it. Ricky catches the butler robot red-handed. Seventh one, Ricky complains to his parents about the butler robot. Eighth one, Ricky becomes ashamed of how he treated his belongings. Ninth one, Ricky starts taking better care of his possessions. 10th one, Ricky decides to become a maximum efficiency boy. Write a paragraph using the events described above. മേലെ കൊടുത്തിരിക്കുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതി നോക്കാം. റിക്കീസ് പാരൻസ് പർച്ചേസ്ഡ് എ ബട്ട്ലർ റോബോട്ട് ടു ഹെൽപ്പ് വിത്ത് ഹൗസ് ഹോൾഡ് കോറസ്. അപ്പോൾ വീട്ടിലെ പണിക്കായിട്ട് ബട്ട്ലർ റോബോട്ടിനെ വാങ്ങി. വെൻ റിക്കി വോക്കപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് ഹി ഫൗണ്ട് ഹിസ് റൂം നീറ്റ് ആൻഡ് ടൈഡ്. അവൻ്റെ റൂം നല്ല നീറ്റ് ആൻഡ് ടൈഡായിട്ട് കണ്ടു. റിക്കി ബിഗാൻ സെർച്ചിങ് ഫോർ ഹിസ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കി ടീഷർട്ടും ഫുട്ബോളും അന്വേഷിച്ച് നടന്നു. സസ്പീഷ്യസ് റിക്കി ഡിസൈഡഡ് ടു ഫോളോ ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. അപ്പം സംശയാലുവായ റിക്കി റോബോട്ടിനെ സംശയിച്ചു. അപ്പം റോബോട്ടിൻ്റെ പുറകെ പോവാൻ തീരുമാനിച്ചു. ആൻഡ് ഹി കോട്ട് ദ റോബോട്ട് റെഡ് ഹാൻഡഡ്. അപ്പം തെളിവോട് കൂടി തന്നെ റോബോട്ടിനെ പിടിച്ചു. റിക്കി കംപ്ലൈൻറ്റ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട്സ് ആക്ഷൻസ്. റിക്കി കംപ്ലൈൻറ്റ് ചെയ്തു. ബട്ട് ആസ് ഹി റിഫ്ലക്റ്റഡ് ഓൺ ഹിസ് ഓൺ ബിഹേവിയർ റിക്കി ബിക്കെയിം അഷെയിംഡ് ഓഫ് ഹൗ ഹി ഹാഡ് ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. റോബോട്ട് റിക്കിയെ ഒന്ന് ചിന്തിപ്പിച്ചു അല്ലേ. എന്നിട്ട് റിക്കിക്ക് ആകെ നാണക്കേടായിപ്പോയി. ദ റിയലൈസേഷൻ പ്രോംപ്റ്റഡ് ഹിം ടു സ്റ്റാർട്ട് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസഷൻസ്. അപ്പോൾ അവൻ്റെ സാധനങ്ങളെല്ലാം ബെറ്റർ കെയർ കൊടുക്കാൻ തുടങ്ങി. ഇൻസ്പയർഡ് ബൈ ദ റോബോട്ട്സ് എഫിഷ്യൻസി. റോബോട്ടിൻ്റെ എഫിഷ്യൻസി കണ്ട് ഇൻസ്പയറായി, പ്രചോദനം ഉൾക്കൊണ്ട് റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. റിക്കി എന്താണ് തീരുമാനിച്ചത്? റിക്കിയും മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായി മാറുമെന്ന് ഡിസൈഡ് ചെയ്തു. നെക്സ്റ്റ് വൺ നോക്കാം. വി സോ എ ചേഞ്ച് ഇൻ റിക്കീസ് ബിഹേവിയർ അറ്റ് ദി എൻഡ്. അവസാനം റിക്കിയുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് നമ്മൾ കണ്ടു അല്ലേ. റൈറ്റ് ദം ബിലോ. അത് താഴെ എഴുതാനാണ് പറഞ്ഞത്. അത് ബിഫോറും ആഫ്റ്ററും ഉണ്ട്. ബിഫോർ റിക്കി മുന്നേ എങ്ങനെയായിരുന്നോ അതിനുശേഷം റിക്കി എന്തായി മാറി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതണം. ആദ്യത്തെ ഒരെണ്ണം തന്നിട്ടുണ്ട്. റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. റിക്കി ഭയങ്കര കെയർലെസ് ആയിരുന്നു, സാധനങ്ങളൊന്നും അടുക്കി ഒതുക്കി ഒന്നും വെക്കില്ലായിരുന്നു. ആഫ്റ്റർ റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. അപ്പം റിക്കി എന്തായി മാറി? റോബോട്ട് ആ ഒരു റിയലൈസേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ റിക്കി എന്തായി മാറി? മോർ കെയർഫുള്ളായി. അവൻ്റെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കാനൊക്കെ തുടങ്ങി. ഇതുപോലെ നമ്മൾ കുറച്ച് സെൻറ്റൻസ് എഴുതാൻ പോവുകയാണ്. റിക്കി ഓഫൺ ഫോർഗോട്ട് ഹിസ് ഹോംവർക്ക്. അപ്പോൾ റിക്കി കെയർലെസ് ആണ് ഓൾറെഡി അല്ലേ. അപ്പോൾ എന്തായാലും ഹോംവർക്കൊക്കെ മറന്നു പോകും. റിക്കി സ്റ്റാർട്ടഡ് കീപ്പിംഗ് ട്രാക്ക് ഓഫ് ഹിസ് അസൈൻമെൻറ്റ്സ് ആൻഡ് കംപ്ലീറ്റഡ് ദം ഓൺ ടൈം. സമയത്ത് തന്നെ അസൈൻമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. റിക്കി വാസ് ടു ലേറ്റ് ടു സ്കൂൾ എവറി ഡേ. സ്കൂളിലേക്ക് പോകാൻ ലേറ്റ് ആയിരുന്നു. റിക്കി ബിഗാൻ വേക്കിംഗ് അപ്പ് ഏർലി ആൻഡ് അറൈവിംഗ് അറ്റ് സ്കൂൾ ഓൺ ഷെഡ്യൂൾ. കറക്റ്റ് സമയത്ത് തന്നെ റിക്കി സ്കൂളിലേക്ക് എത്തിച്ചേർന്നു. റിക്കി ഡിൻ ലിസൺ ടു ഹിസ് പാരൻസ്. റിക്കി ആദ്യമൊന്നും പാരൻസിനെ ഒന്നും ശ്രദ്ധിക്കുകയില്ലായിരുന്നു അല്ലേ, കേൾക്കുകയൊന്നുമില്ലായിരുന്നു. റിക്കി സ്റ്റാർട്ടഡ് ഒബേയിങ് ഹിസ് പാരൻസ് ആൻഡ് ഫോളോയിങ് ദർ ഇൻസ്ട്രക്ഷൻസ്. റിക്കി പാരൻസിനെ കേൾക്കാൻ തുടങ്ങി, അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. റിക്കി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിയിങ്. റിക്കിക്ക് പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. റിക്കി ഡെവലപ്ഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് ആൻഡ് സ്റ്റാർട്ടഡ് റീഡിംഗ് ബുക്സ്. അപ്പം പഠിക്കാനൊക്കെ ഇഷ്ടമായി തുടങ്ങി. പിന്നെ അവൻ പുസ്തകങ്ങൾ വായിക്കാനും തുടങ്ങി. റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്.
അപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന റോബോട്ടിനെ കുറിച്ച് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ റോബിനോട് റിക്കി പറഞ്ഞു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. അപ്പോൾ റിക്കി റോബിനും തമ്മിലുള്ള ഈ കോൺവെർസേഷനാണ് എഴുതാൻ. അപ്പോൾ നമ്മളൊക്കെ പറയുമല്ലോ, വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി ഇത് വാങ്ങി അതിൻ്റെ ക്വാളിറ്റീസ് ഇതൊക്കെയാണ്, അതങ്ങനെ ചെയ്യും ഇതെങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറയൂല്ലേ നമ്മളുടെ ഫ്രണ്ടിനോട്. അതുപോലെ റിക്കി റോബിനോട് പറഞ്ഞ കാര്യങ്ങൾ, റോബിൻ്റെ എക്സൈറ്റ്മെൻറ്റ്സും റോബിൻ്റെ തിരിച്ചുള്ള സംഭാഷണങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എഴുതി നോക്കാം. ഹേയ്, യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻഡ്, മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. നീ വിശ്വസിക്കുകയല്ല, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നോ അത് എൻ്റെ അച്ഛൻ ഒരു റോബോട്ടിനെ വാങ്ങി. ദാറ്റ്സ് അമേസിങ്. വാട്ട് കൈൻഡ് ഓഫ് റോബോട്ട് ഈസ് ഇറ്റ്? വാവ്, നല്ല രസമുള്ള വാർത്തയാണല്ലോ അത്. അമേസിങ് ന്യൂസ് ആണല്ലോ. എന്ത് തരത്തിലുള്ള റോബോട്ടാണ്? അപ്പോഴേക്ക് പറയണേ, ഇറ്റ്സ് എ ഹ്യൂമനോയിഡ് റോബോട്ട് ദാറ്റ് ക്യാൻ ഡു എ ലോട്ട്സ് ഓഫ് തിങ്സ്. ഇറ്റ് ക്യാൻ ഈവൻ കുക്ക് ആൻഡ് ക്ലീൻ. അല്ലേ, നമ്മൾ മനുഷ്യന്മാരെ പോലെ പണിയെടുക്കുന്ന ഒരു റോബോട്ടാണ്. കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റും. വാവ്, ദാറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഡ്രീം കം ട്രൂ. ക്യാൻ ഐ കം ഓവർ ആൻഡ് സീ ഇറ്റ്? അതൊരു ഡ്രീമാണല്ലോ, ഞാൻ അതിനെ ഒന്ന് വന്ന് കണ്ടോട്ടെ. അപ്പോൾ റിക്കി പറയണം, ഓഫ് കോഴ്സ്, തീർച്ചയായും നീ വന്നോളൂ. മൈ ഫാദർ ഈസ് റിയലി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ് ടു. എൻ്റെ അച്ഛനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹി തിങ്സ് ഇറ്റ് വിൽ മേക്ക് അവർ ലൈഫ്സ് ഈസിയർ. അപ്പം അച്ഛൻ പറയുന്നത് നമ്മളുടെ ജീവിതം ഈസിയാക്കാൻ ഈ റോബോട്ട്സിനെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ റോബിൻ പറയാണ്, ഐ ബെറ്റ് ഇറ്റ് വിൽ. ഞാനും പറയുന്നു അങ്ങനെ സാധിക്കും. ഐ എം ഷുവർ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഹൗ മച്ച് ഡിഡ് ഇറ്റ് കോസ്റ്റ്? അപ്പോൾ ഇത് നല്ല എക്സ്പെൻസീവ് അല്ലേ, നല്ല ചിലവേറിയ ഒരു കാര്യമാണല്ലോ റോബോട്ടിനെയൊക്കെ സ്വന്തമായിട്ട് വാങ്ങാന്ന് പറയുന്നത്. നല്ല പൈസ ആയിട്ടുണ്ടാവില്ലേ? എത്ര രൂപയായി അതിന്? റിക്കി പറയാണ്, ഐ എം നോട്ട് ഷുവർ ബട്ട് മൈ ഫാദർ സെഡ് ഇറ്റ് വാസ് വർത്ത് എവറി പെന്നി. അപ്പം റിക്കി പറയാണ്, അതായത് ഓരോ ചില്ലി കാശും അത്രയും വിലമതിക്കുന്നതാണ്. ഇതിനു വേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും വേർത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഹി തിങ്സ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ അവർ ഫാമിലി. നമ്മളുടെ ഫാമിലിയിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നാണ് അച്ഛൻ പറയുന്നത്. റോബിൻ, ദാറ്റ്സ് ഗ്രേറ്റ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് ഇറ്റ് ഇൻ ആക്ഷൻ. ക്യാൻ യു ഷോ മീ സം വീഡിയോസ് ഓഫ് ഇറ്റ്? റോബിൻ പറയാണ്, ഓക്കെ, ഗ്രേറ്റ് ന്യൂസാണ്. എനിക്കിത് എത്രയും പെട്ടെന്ന് നിൻ്റെ റോബോട്ടിനൊന്ന് കാണണമെന്നുണ്ട്. കുറച്ച് വീഡിയോസ്, അതിൻ്റെ വീഡിയോസ് ഒന്ന് അയച്ചു തരുമോ? അപ്പോൾ റിക്കി പറയണേ, യാ ഷുവർ, ഐ ഹാവ് സം വീഡിയോസ് ഓൺ മൈ ഫോൺ, ലെറ്റ് മീ ഷോ യു. അപ്പോൾ റിക്കി പറയാണ്, ഓക്കെ, ഞാൻ അയച്ചു തരാമെന്നല്ല, ക്യാൻ യു ഷോ മീ സം വീഡിയോസ് ഓഫ് ഇറ്റ് എന്നാണ്. കുറച്ച് വീഡിയോസ് കാണിച്ചു തരാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ റിക്കി റോബിനെ വീഡിയോസ് കാണിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് കോൺവെർസേഷൻ ബിൽഡപ്പ് ചെയ്ത് എഴുതാം. Read the following part from the story. Father, a robot is a wonderful device. Look at the things it can do. Ricky, I don't think so. He is doing more harm than good. Father, you are wrong, Ricky. You don't understand how a robot works. Ricky, I can't agree with you. A robot will be a big problem if it is not properly programmed. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പാസേജ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റോറിയിൽ ഫാദർ ആൻഡ് സൺ, ഫാദറും റിക്കിയും തമ്മിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ് അല്ലേ. പാസേജ് നമ്മളുടെ സ്റ്റോറിയിൽ നിന്നുള്ളതാണ്. പിക്ക് ഔട്ട് എക്സ്പ്രഷൻസ് ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രിമെൻറ്റ്. വിയോജിപ്പ് പ്രകടമാക്കുന്ന, ഡിസഗ്രിമെൻറ്റ് പ്രകടമാക്കുന്ന വാക്കുകൾ ഇതിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയുണ്ട്? ഏതൊക്കെ വാക്കുകളാണ്? ഐ ഡോണ്ട് തിങ്ക് സോ അല്ലേ, ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെ യു ആർ റോങ് റിക്കി, നോ പറയുന്ന ഒരു ഫീൽ അല്ലേ. ഐ കാൺട്ട് എഗ്രി വിത്ത് യു, എനിക്ക് നിന്നോട് എഗ്രി ചെയ്യാൻ പറ്റില്ല. ഈ 3 വാക്കുകൾ നമുക്ക് എഴുതാം. Now let's find out what Atul and Anju have to say about robots. റോബോട്ട്സിനെ കുറിച്ച് അതുലിനും അഞ്ജുവിനും എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ഈ കോൺവെർസേഷനിൽ അതുലും അഞ്ജുവും റോബോട്ട്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൺവെർസേഷൻ മൊത്തം ഞാൻ വായിക്കാൻ പോകുന്നില്ല. ഇതിൽ നിങ്ങളുടെ ടാസ്ക് എന്താണെന്ന് പറയാം. Write the sentences which express agreement and disagreement in the box below. എഗ്രിമെൻറ്റ് സെൻറ്റൻസസും ഡിസഗ്രിമെൻറ്റ് സെൻറ്റൻസസും താഴെയുള്ള ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെറുതെ എക്സാക്ട്ലി, ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്, യെസ് ദാറ്റ്സ് ട്രൂ, ഐ സീ യുവർ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ എഴുതിയാൽ പോരാ. ഓരോ സെൻറ്റൻസും എഴുതണം. എഗ്രിമെൻറ്റ് സെൻറ്റൻസുകളും ഡിസഗ്രിമെൻറ്റ് സെൻറ്റൻസുകളും നമ്മൾ എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നോക്കാം.
ആദ്യത്തെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എഗ്രിമെൻറ്റിൽ ഐ എഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്. ഡിസെഗ്രിമെൻറ്റിൽ ബട്ട് ദർ ആർ ഓൾസോ സം ഡൗൺ സൈഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്താ, റോബോട്ട്സിനൊക്കെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, നല്ലതാണ് എന്നൊക്കെ പറയുകയാണ് എഗ്രിമെൻറ്റിൽ. ബട്ട് ഡിസെഗ്രിമെൻറ്റിലോ അതിന് കുറേ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് എന്ന് പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ പല ടോപ്പിക്കിനെ കുറിച്ചും ഡിബേറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺസിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ചീത്ത വശങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം. ഡിബേറ്റിലെ ഒരു ഗ്രൂപ്പ് നല്ല വശങ്ങളും മറു ഗ്രൂപ്പ് ചീത്ത വശങ്ങളെക്കുറിച്ചും സംസാരിക്കും. അതുപോലെ തന്നെ അഞ്ജുവും അതുലും തമ്മിലുള്ള ഈ കോൺവെർസേഷനിൽ ഡിസഗ്രി ചെയ്ത് സംസാരിച്ച കാര്യങ്ങളും എഗ്രി ചെയ്ത് സംസാരിച്ച കാര്യങ്ങളും നമ്മൾ എഴുതണം. അതായത് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് അല്ലേ. ഡിബേറ്റിൽ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ നമ്മൾ എഴുതാൻ പോവുകയാണ്. എഗ്രിമെൻറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ്സ് ട്രൂ. ദേ ക്യാൻ ബി ലൈക്ക് സൂപ്പർ ഹെൽപ്പേഴ്സ്. അവർക്ക് സൂപ്പർ ഹെൽപ്പേഴ്സ് ആവാൻ പറ്റും അല്ലേ റോബോട്ട്സിന്. എക്സാക്ട്ലി. ആൻഡ് ദേ ക്യാൻ ഗോ ടു പ്ലേസസ് ദാറ്റ് ആർ ഡേഞ്ചറസ് ടു പീപ്പിളിന് എത്തിപ്പെടാൻ പറ്റാത്ത ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസസിലൊക്കെ ഈ റോബോട്ട്സിനെ കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. യു ഹാവ് എ ഗുഡ് പോയിന്റ് ദെയർ. നല്ലൊരു പോയിൻ്റാണത്. ഐ എഗ്രി കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. അപ്പം കോസ്റ്റ് ഉണ്ട്, നല്ല കോസ്റ്റ്ലി ആണല്ലേ ഒരു റോബോട്ടിനെ സ്വന്തമായിട്ട് വാങ്ങാമെന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് എക്സ്പെൻസീവ്. പക്ഷേ എത്രത്തോളം അത് നമ്മളെ സഹായിക്കും, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്രത്യേകിച്ചും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. ഇതൊക്കെയാണ് എഗ്രിമെൻറ്റ് സെൻറ്റൻസസ്. ഡിസെഗ്രിമെൻറ്റ് നോക്കാം. ഐ സീ യുവർ പോയിന്റ് ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ. അപ്പോൾ പോയിൻ്റൊക്കെ കറക്റ്റ് തന്നെ, ബട്ട് റോബോട്ട്സ് ആളുകളുടെ ജോലിയെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾ ചെയ്യുന്ന ജോലിയെല്ലാം റോബോട്ട്സ് ഏറ്റെടുത്തു കഴിഞ്ഞു. ദാറ്റ്സ് ട്രൂ ബട്ട് നോട്ട് എവ്രി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്. എല്ലാവർക്കും റോബോട്ട്സിനെ വാങ്ങാനുള്ള ക്യാഷ് ഒന്നും ഉണ്ടാവില്ല, അത്രയ്ക്കും റിച്ച് ഒന്നും അല്ല എല്ലാവരും. സോ എല്ലാവർക്കും റോബോട്ട്സിനെ അഫോർഡ് ചെയ്യാൻ പറ്റുകയില്ല. ഈ 2 പോയിൻറ്റ്സാണ് ഡിസഗ്രിമെൻറ്റിൽ വരുന്നത്. Activity 5. Let us conduct a debate in the class on we cannot live without mobile phones. Form 2 groups. Group A can support the argument and Group B can oppose it. You may fix a moderator for the debate. ഒരു ക്ലാസ് ആക്ടിവിറ്റിയാണ്, ഡിബേറ്റ് സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോപ്പിക് വി കനോട്ട് ലിവ് വിതൗട്ട് മൊബൈൽ ഫോൺസ്, അതാണ് ടോപ്പിക്. അപ്പോൾ ഗ്രൂപ്പ് എ സപ്പോർട്ട് ചെയ്തും ഗ്രൂപ്പ് ബി ഒപ്പോസ് ചെയ്തും സംസാരിക്കണം. അപ്പോൾ ഒരു മോഡറേറ്ററും ഉണ്ടാവണം. മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡ് അല്ലേ. ഒപ്പോസ് ചെയ്ത് സംസാരിക്കുന്നവരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരെയും ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡറേറ്ററെ വേണം. ലെറ്റ്സ് ലിസ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഫ്രം ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. അപ്പോൾ ഒപ്പോസ് ചെയ്ത് സംസാരിക്കുന്നവരും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരും എന്തൊക്കെ പോയിൻറ്റ്സ് പറയും എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കണം. യൂസും അബ്യൂസും എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. യൂസ് എന്താ എഴുതിയിരിക്കുന്നത്? ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. അബ്യൂസ് എന്താ എഴുതിയിരിക്കുന്നത്? വേസ്റ്റ് ടൈം. ഇനി അടുത്തത് യൂസിൽ എന്തെഴുതാം? ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് നോളജ്. ഇൻഫർമേഷനും നോളജും ഒക്കെ കിട്ടുന്നു. എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ലെയ്ഷർ ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷണൽ പർപ്പസസ്, ബിസിനസ് ആൻഡ് കൊമേഴ്സ്, സോഷ്യൽ കണക്ഷൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂസിൽ എഴുതാൻ പറ്റും. അബ്യൂസിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. വേസ്റ്റ് ടൈം, ദാറ്റ് ഈസ് ഓൾറെഡി റിട്ടൺ. അഡിക്ഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ, മൊബൈൽ അഡിക്ഷൻ അല്ലേ. കുട്ടികളൊക്കെ മൊബൈൽ അഡിക്റ്റഡ് ആയിട്ട് മാറുകയാണ് ഈ കാലത്ത്. അപ്പോൾ നമ്മളുടെ സ്റ്റഡീസ് എല്ലാം പുറകോട്ട് പോകും, മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവും. സോ വി ഹാവ് ടു ബി കെയർഫുൾ നോട്ട് ടു ബി അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺസ് ഓർ എനി അതർ ഗാഡ്ജറ്റ്സ്. ഓക്കെ. ദെൻ മൂന്നാമത്തെ പോയിന്റ് സൈബർ ബുള്ളിയിങ് ആൻഡ് ഹറാസ്മെൻറ്റ്, സ്പ്രെഡ് ഓഫ് മിസ്ഇൻഫർമേഷൻ ആൻഡ് ഫേക്ക് ന്യൂസ്, ദെൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. ഇത്രയും നമുക്ക് അബ്യൂസിൽ എഴുതാം. Activity 6. Sarah has bought a washing machine from a popular outlet. Unfortunately, it has stopped working. Here is an email sent to the company to get it repaired. സാറ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി, പക്ഷേ അത് പെട്ടെന്ന് തന്നെ കേടായി. അപ്പം സാറ ഒരു ഇമെയിൽ അയക്കുകയാണ് ആ കമ്പനിക്ക്, അത് വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞ് ഇമെയിൽ അയക്കുകയാണ്. എങ്ങനെ അയക്കാം?
സാറ എന്താണ് അയച്ചത്? സാറ അയച്ചത് ഐ പർച്ചേസ്ഡ് എ വാഷിംഗ് മെഷീൻ ഫ്രം യുവർ കമ്പനി എ ഫ്യൂ വീക്സ് എഗോ ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നൗ. ഞാൻ താങ്കളുടെ കമ്പനിയിൽ നിന്നും ഒരു വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്തിരുന്നു, പക്ഷേ അതിപ്പം വർക്കിംഗ് അല്ല. കൈൻഡ്ലി അറ്റൻഡ് ടു ദ ഇഷ്യൂ അറ്റ് ദ ഏർലിയസ്റ്റ്. പെട്ടെന്ന് തന്നെ അതൊന്ന് ശരിയാക്കി തരണം. കോപ്പീസ് ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ് ആർ അറ്റാച്ച്ഡ്. അപ്പോൾ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് ബില്ല് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിക്കി കെപ്റ്റ് ഓൺ complaining to his parents about the robot, but they didn't listen to him. So he decided to register a complaint through email with the robot manufacturing company, asking them to replace the misprogrammed robot. റിക്കി കുറച്ച് നാളുകളായിട്ട് പാരൻസിനോട് കംപ്ലയിൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മിസ്പ്രോഗ്രാംഡ് റോബോട്ടാണ്, ഇതിനെ റീപ്ലേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബട്ട് പാരൻസ് അത് കേട്ടില്ല. സോ റിക്കി സ്വയം തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ മെയിൽ അയച്ചേക്കാം ഈ മാനുഫാക്ചറിങ് കമ്പനിക്ക് എന്ന് വിചാരിച്ചിട്ട് റിക്കി ഒരു മെയിൽ അയക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ റിക്കിയെ ഹെൽപ്പ് ചെയ്യണം. എങ്ങനെയാണ് ഒരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് എങ്ങനെ എഴുതാം? ഫ്രം ricky@gmail.com to support@robotcompany.com. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് എഴുതാം. ഇനി സബ്ജക്റ്റ് എന്തെഴുതാം? കംപ്ലയിൻറ്റ് റിഗാർഡിംഗ് മിസ്പ്രോഗ്രാംഡ് റോബോട്ട് റീപ്ലേസ്മെൻറ്റ്. കംപ്ലയിൻറ്റ് റിഗാർഡിംഗ് മിസ്പ്രോഗ്രാംഡ് റോബോട്ട് റീപ്ലേസ്മെൻറ്റ്. റോബോട്ടിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ള അതാണ് മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ്. അതാണ് ഈ മെയിൽ അയക്കുന്നതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ അത് സബ്ജക്റ്റായിട്ട് എഴുതണം. Sir, I am writing to register a complaint about the robot I received from your company. നിങ്ങളുടെ കമ്പനിയിൽ നിന്നും കിട്ടിയ ആ റോബോട്ടിനെ കുറിച്ചൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനാണ് ഞാൻ ഇമെയിൽ അയക്കുന്നത്. ദ റോബോട്ട് ഈസ് മിസ്പ്രോഗ്രാംഡ് ആൻഡ് നോട്ട് ഫങ്ഷനിങ് ആസ് എക്സ്പെക്റ്റഡ്. റോബോട്ട് മിസ്പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുകയാണ്, അത് നന്നായി ഫങ്ഷൻ ചെയ്യുന്നില്ല. ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു റീപ്ലേസ് ദ റോബോട്ട്. അപ്പോൾ ഈ റോബോട്ടിനെ റീപ്ലേസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വിച്ച് ഈസ് പ്രോഗ്രാംഡ് വെൽ ആസ് ഏർലി ആസ് പോസിബിൾ. നന്നായി പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു റോബോട്ടിനെ റീപ്ലേസ് ചെയ്യണം. ആൻഡ് താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ. ഈ മാറ്ററിൽ ശ്രദ്ധ ചെലുത്തിയതിന് നന്ദി. അത് മുൻകൂറായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് റിക്കി, അടിയിൽ റിക്കി എന്നെഴുതി. ഇതാണ് ഒരു മെയിൽ അയക്കുന്നതിൻ്റെ പൂർണ്ണരൂപം. ആക്ടിവിറ്റി 7. Complete the following crossword puzzle related to household chores following the directions given. അപ്പം വീട്ടിലെ കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രോസ് വേർഡ് പസിലാണ്. അക്രോസ് ക്ലീൻ വിത്ത് വാട്ടർ. ക്ലീൻ വിത്ത് വാട്ടർ എന്ന് പറഞ്ഞാൽ റിൻസ് ആണ്. RINSE. അത് ഒന്നാമത്തെ കോളത്തിൽ വലത്തോട്ട് എഴുതാം. ഫ്രീ ഫ്രം ഡേർട്ട് ഓൾറെഡി ഗിവൺ ആൻസർ ആണ്. ക്ലീൻ അല്ലേ? ഫ്രീ ഫ്രം ഡേർട്ട് എന്ന് പറഞ്ഞാൽ ക്ലീൻ ആണ്. മൂന്നാമത്തെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. തിങ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ക്ലീൻ. അപ്പം നമ്മളുടെ ഫ്ലോറൊക്കെ വീടിൻ്റെ അകമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, വൈപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്താണ്? മോപ്പാണ് അല്ലേ? MOP, മോപ്പ്. ദെൻ താഴേക്ക് എഴുതാം. ക്ലീനിങ് വിത്ത് എ ബ്രൂം. ബ്രൂം കൊണ്ട് ക്ലീൻ ചെയ്യുന്നത്, അതായത് അടിച്ചു വാരുന്നതിന് എന്താ പറയുക ഇംഗ്ലീഷിൽ? സ്വീപ്പ്. ഇപ്പം രണ്ടാമത്തെ കോളത്തിൽ താഴേക്ക് എഴുതാം SWEEP, സ്വീപ്പ് എന്ന് എഴുതാം. മൂന്നാമത്തെ കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്. അപ്പം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതിന് എന്ത് പറയാം? കുഞ്ഞിതായിട്ട് കട്ട് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ചോപ്പ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ CHOP, ചോപ്പ്. അത്രയുമാണ് ക്രോസ് വേർഡ് പസിൽ. എട്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. Ricky's mother wanted him to do various household chores. Here is what she keeps telling him. Ricky, keep your school bag in the study room. Ricky, put your clothes in the washing machine. Ricky, wash your tiffin box. Ricky, iron your t-shirt and trousers. Your parents too might have asked you to do certain things. Write a few of them. അപ്പോൾ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? അമ്മമാർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോടും പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളോട് എന്തൊക്കെ പറയാറുണ്ട് അത് 1 by 1 ആയിട്ട് എഴുതുക. അപ്പോൾ എന്തൊക്കെ എഴുതാം? ക്ലീൻ യുവർ റൂം, ഡു യുവർ ഹോംവർക്ക്, ഫീഡ് ദ പെറ്റ്, ടേക്ക് എ ഷവർ, വാട്ടർ ദ പ്ലാന്റ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ആഡ് ചെയ്ത് എഴുതാം കേട്ടോ. ബി നോക്കാം. ഹൗ വിൽ യു ആസ്ക് യുവർ പാരൻസ് ടു ഡു സംതിങ് ഫോർ യു. നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ പാരൻസിനോട് എങ്ങനെയാണ് അത് ചോദിക്കുക?
എങ്ങനെയാണ് ചോദിക്കുക? കമാൻഡ്സ് ആണോ കൊടുക്കുക? അല്ല, ഒരിക്കലും അല്ല അല്ലേ. നമ്മൾ റെസ്പെക്റ്റോട് കൂടി അല്ലെങ്കിൽ നല്ല പൊളൈറ്റോട് കൂടിയായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പാരൻസിനോട് ചോദിക്കുക. ആദ്യത്തെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, മദർ പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്. പ്ലീസ് ഒക്കെ ചേർത്തിട്ടാണല്ലേ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ലഞ്ച് ഒന്ന് പാക്ക് ചെയ്ത് തരാമോ? രണ്ടാമത് എങ്ങനെ എഴുതാം? ഫാദർ ക്യാൻ യു ഡ്രൈവ് മീ ടു സ്കൂൾ ടുഡേ? ഇന്ന് എന്നെ സ്കൂളിലേക്കൊന്ന് കൊണ്ടുവിടാമോ? മോം വുഡ് യു ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്? എൻ്റെ ഹോംവർക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാമോ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഫാദർ ക്യാൻ ഐ ഹാവ് സം മണി ടു ബൈ എ ന്യൂ ബുക്ക്? ഒരു പുതിയ ബുക്ക് വാങ്ങണമായിരുന്നു. ക്യാൻ ഐ ഹാവ് സം മണി? എനിക്ക് കുറച്ച് പൈസ തരാമോ? മദർ ക്യാൻ യു പ്രിപ്പയർ എ സാൻഡ്വിച്ച് ഫോർ ലഞ്ച്? ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കാമോ എന്നൊക്കെ ചോദിച്ച് പ്ലീസ്, ക്യാൻ യു, കുഡ് യു, വുഡ് യു എന്നൊക്കെയുള്ള റെസ്പെക്റ്റ് ആയിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കേണ്ടത്. ആക്ടിവിറ്റി 9. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പാരഗ്രാഫ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള ഒരു പാരഗ്രാഫാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നോക്കാം. ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. പാരൻസിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് പറഞ്ഞു, ഫാദർ ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. ഇത് ഫോൾട്ടിയാണ്, ഇത് തെറ്റാണ്. ഹി ഹാസ് ഫ്ലിച്ച്ഡ് മൈ തിങ്സ്. ഹി ഹാസ് ഫ്ലിച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോഷ്ടിച്ചു, എൻ്റെ തിങ്സ് എല്ലാം മോഷ്ടിച്ചു. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് തെറ്റാണ്, അവനെ നമുക്ക് തിരിച്ചയക്കാം. നോട്ട് ദ സെൻറ്റൻസ് ഗിവൺ ഇൻ ഇറ്റാലിക്സ്. ഏതാണ് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്? ഹി ഹാസ് ഫ്ലിച്ച്ഡ് മൈ തിങ്സ്. അതാണല്ലേ. സെൻറ്റൻസസ് ലൈക്ക് ദ എബോവ് റെഫർ ടു ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു ആക്ഷനാണ്, പക്ഷേ പ്രസൻറ്റിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ, റിലവൻസ് ഇൻ ദ പ്രസൻറ്റ്. അപ്പം ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷനെയാണ് നമ്മൾ ഹാസും ഹാവും ഉപയോഗിച്ച് പറയുന്നത്. ട്രൈ ടു ഫൈൻഡ് സെൻറ്റൻസസ് ഓഫ് എ സിമിലർ പാറ്റേൺ ഫ്രം ദ പാരഗ്രാഫ് ഗിവൺ ബിലോ. അതുപോലെയുള്ള സെൻറ്റൻസ് ഈ താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെ സെൻറ്റൻസ് എഴുതാം? ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം, ബട്ട് ദ ഗവൺമെൻറ് ഹാസ് പ്രോമിസ്ഡ് ദ റെസിഡൻസ് ഹിയർ എ ന്യൂ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. I have realized that you cannot expect to have everything you like to have. I think you too have realized it. Activity 10. You might have prepared some posters while observing Environment Day. Look at these sample posters. June 5th Environment Day ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള പോസ്റ്റേഴ്സ് എല്ലാം മേക്ക് ചെയ്ത് നിങ്ങൾ സ്കൂളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ 2 പോസ്റ്റേഴ്സ് നോക്കി അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനാണ്. അനലൈസ് ദ പോസ്റ്റേഴ്സ് ഫോർ ദ ഫോളോയിങ്. ആദ്യത്തെ പോസ്റ്റർ നമുക്ക് അനലൈസ് ചെയ്യാം. അതിൽ കണ്ടന്റ്, പിക്ചർ, ലേഔട്ട് ആൻഡ് മെസ്സേജ്, ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ കണ്ടന്റ് എന്താ? ആദ്യത്തെ പോസ്റ്ററിലെ ദ പോസ്റ്റർ ഹൈലൈറ്റ്സ് ദ പ്രസൻസ് ഓഫ് പ്ലാസ്റ്റിക്കിൻ്റെ പ്രസൻസ് ആൻഡ് എൻകറേജസ് വ്യൂവേഴ്സ് ടു ബി ഫ്രീ ഫ്രം പ്ലാസ്റ്റിക് യൂസേജ്. പ്ലാസ്റ്റിക് യൂസ് ചെയ്യരുത് എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിൽ കൊടുക്കുന്നത്. പിക്ചർ എ ബ്ലൂ വേവ് വിത്ത് പ്ലാസ്റ്റിക് ഐറ്റംസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ്. കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരു പിക്ചറാണ്. സിംബലൈസിങ് ദ പ്രസൻസ് ഓഫ് പ്ലാസ്റ്റിക് ഇൻ അവർ എൻവയോൺമെൻറ്റ്. നമ്മുടെ പ്രകൃതിയിലെ പ്ലാസ്റ്റിക്കിൻ്റെ പ്രസൻസിനെ കുറിച്ച് സിംബലൈസ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചറാണ്. ലേഔട്ട് എന്താണ്? ദ ടൈറ്റിൽ പ്ലാസ്റ്റിക് ഈസ് എവ്രിവെയർ. അങ്ങനെയാണ് ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുകയാണ്. നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഈസ് എവ്രിവെയർ ഈസ് പ്രോമിനൻ്റ്ലി ഡിസ്പ്ലേഡ് അറ്റ് ദ ടോപ്പ് ഫോളോഡ് ബൈ എ കോൾ ടു ആക്ഷൻ മെസ്സേജ് ബ്രേക്ക് ഫ്രീ ഫ്രം പ്ലാസ്റ്റിക്. അങ്ങനെ ഒരു മെസ്സേജും കൊടുത്തിരിക്കുന്നു. ആൻഡ് സജഷൻസ് ഫോർ റെഡ്യൂസിങ് പ്ലാസ്റ്റിക് യൂസ് സച്ച് ആസ് റീപ്ലേസിങ് പാക്കേജിങ് വിത്ത് റീഫിൽസ് ആൻഡ് റീയൂസിങ് സിസ്റ്റംസ്. അതാണ് ലേ ഔട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ മെസ്സേജ് എന്താണ്? ദ പോസ്റ്റർ എയിംസ് ടു റേസ് അവയർനെസ് അബൌട്ട് ദ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു മെസ്സേജാണ് ഈ പോസ്റ്ററിലൂടെ കൊടുക്കുന്നത്. രണ്ടാമത്തെ പോസ്റ്റർ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കണ്ടന്റ് എന്താണ്? ദ പോസ്റ്റർ എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രീസ് ആൻഡ് എൻകറേജസ് വ്യൂവേഴ്സ് ടു പ്ലാന്റ് മോർ ട്രീസ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ട്രീസ് ആണ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ട്രീസ് ആണ്, നമ്മളെ എൻകറേജ് ചെയ്യുകയാണ്. എന്തിന്? ടു പ്ലാന്റ് മോർ ട്രീസ്. ഒരുപാട് മരങ്ങൾ നടാൻ വേണ്ടിയിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുവാണ്.
പിക്ചർ എന്താണ്? ആൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് എ ട്രീ വിത്ത് എ സൈൻ ഹാങ്ങിങ് ഫ്രം ഇറ്റ്സ് ബ്രാഞ്ച് ഫീച്ചറിങ് ദ മെസ്സേജ് ഡോണ്ട് കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ എന്താണ് പിക്ചർ? ഓവറോൾ പിക്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോണ്ട് കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഒരു ബ്രാഞ്ചിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന ഒരു സൈൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലേ ഔട്ട് എന്താണ്? ദ ഇമേജ് ഓഫ് ദ ട്രീ ഈസ് അക്കമ്പനീഡ് ബൈ എ ബാനർ അറ്റ് ദ ബോട്ടം വിത്ത് എ ടെക്സ്റ്റ് പ്ലാന്റ് എ ട്രീ ആൻഡ് ആഡ് എ ന്യൂ ഫ്രണ്ട് ഇൻ യുവർ ലൈഫ്. അപ്പം എന്താണ് പിക്ചറിൻ്റെ ലേ ഔട്ട്? പ്ലാന്റ് എ ട്രീ ആൻഡ് ആഡ് എ ന്യൂ ഫ്രണ്ട് ഇൻ യുവർ ലൈഫ് എന്നുള്ള ഒരു ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബാനർ ഉണ്ട്, ഒരു സൈൻ ബോർഡ് പോലെയുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ലേ ഔട്ടിൽ എഴുതാം. ദെൻ മെസ്സേജ്. വാട്ട് ഈസ് ദ മെസ്സേജ്? The poster conveys the significance of trees as our best friends and promotes tree planting as a way to contribute to environmental conservation. അപ്പം നമ്മൾ കൂടുതൽ മരങ്ങൾ നടണം. മരങ്ങൾ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. മരങ്ങളില്ലെങ്കിൽ നമ്മളുടെ പ്രകൃതിയില്ല എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. വാട്ട് ഫങ്ഷൻസ് ഡു ദേ സെർവ്? എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഈ പോസ്റ്റർ സെർവ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ടു എഡ്യൂക്കേറ്റ്, വിദ്യാഭ്യാസം തരുന്നുണ്ട്. ടു ഇൻഫോം, ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. ടു പ്രൊമോട്ട് സോഷ്യൽ ചേഞ്ച്, ടു ക്രിയേറ്റ് അവയർനെസ്, ടു മോട്ടിവേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. അടുത്ത് നോക്കാം. ഡു യു തിങ്ക് പോസ്റ്റേഴ്സ് ലൈക്ക് ദീസ് ഹാവ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ്? ഗിവ് സം എക്സാമ്പിൾസ്. പോസ്റ്റേഴ്സിന് സ്പെഷ്യൽ ലാംഗ്വേജ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, posters often use a special kind of language that is concise, impactful and visually engaging. അടുത്ത് നോക്കാം. ഡു യു തിങ്ക് പോസ്റ്റേഴ്സ് ലൈക്ക് ദീസ് ഹാവ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ്? ഗിവ് സം എക്സാമ്പിൾസ്. പോസ്റ്റേഴ്സിന് സ്പെഷ്യൽ ലാംഗ്വേജ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, പോസ്റ്റേഴ്സ് ഓഫൺ യൂസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഈസ് കൺസൈസ്, ഇമ്പാക്ട്ഫുൾ ആൻഡ് വിഷ്വലി എൻഗേജിങ്. കുറച്ച് എക്സാമ്പിൾ നോക്കാം. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് എനിത്തിങ് ഈസ് പോസിബിൾ. അല്ലേ, ഒരു മോട്ടിവേഷണൽ പോസ്റ്റർ എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. ഡ്രീം ബിഗ്, വർക്ക് ഹാർഡ്, സ്റ്റേ ഹംപിൾ. ഒരുപാട് മീനിങ്സ് ഉൾക്കൊള്ളുന്ന ഒരു സെൻറ്റൻസ് ആണത്. ബട്ട് വലിച്ചു വാരി നീട്ടിയൊന്നും എഴുതിയിട്ടില്ല. കുഞ്ഞിതാക്കി, കൺസൈസ് ആയിട്ട്, ഇമ്പാക്ട്ഫുൾ ആയിട്ട്, വിഷ്വലി നമുക്ക് പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്കൊക്കെ എൻഗേജ്ഡ് ആവുന്ന, നമ്മളുടെ മനസ്സിലേക്ക് തുളച്ച് കയറുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളാണിത്. Then reduce, reuse, recycle, save our planet, go green, breathe clean. നമ്മൾ പോസ്റ്റർ മേക്ക് ചെയ്യുമ്പം വലിയ സെൻറ്റൻസുകളൊന്നും നമ്മൾ അതിലേക്ക് എഴുതാറില്ല. ചെറിയ സെൻറ്റൻസുകൾ, പക്ഷെ വലിയ മെസ്സേജ് തരുന്ന സെൻറ്റൻസുകളായിരിക്കും. കൺസൈസ് ആയിരിക്കും, ഇമ്പാക്ട്ഫുൾ ആയിരിക്കും ആൻഡ് വിഷ്വലി എൻഗേജിങ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് നമ്മൾ എഴുതുക. കുഞ്ഞു സെൻറ്റൻസുകളാണ് നമ്മൾ എഴുതുക. അതുകൊണ്ടാണ് പോസ്റ്റേഴ്സിന് ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ഉണ്ട് എന്ന് പറയുന്നത്. ബി നോക്കാം. പ്രിപ്പയർ സം സ്ലോഗൻസ് ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ മിസ്യൂസിനെതിരെ കുറച്ച് സ്ലോഗൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്. അപ്പം ഗാഡ്ജറ്റ്സ് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പുറത്തെ ഗെയിംസ് ഒന്നും. അതായത് വീഡിയോ ഗെയിമും കളിച്ചുകൊണ്ട് അകത്ത് തന്നെ ഇരിക്കരുത്, പുറത്തു പോയി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് എങ്ങനെ എഴുതാം? യൂസ് ഗാഡ്ജറ്റ്സ് വൈസ്ലി നോട്ട് വേസ്റ്റ്ഫുള്ളി. വൈസായിട്ട് നമ്മളിത് യൂസ് ചെയ്യണം. ഗാഡ്ജറ്റ്സ് ആർ ടൂൾസ് നോട്ട് ടോയ്സ്. ബാലൻസ് സ്ക്രീൻ ടൈം വിത്ത് റിയൽ ടൈം. ഡോണ്ട് ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ വെർച്വൽ വേൾഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സി നോക്കാം. ആസ് ഇൻ റിക്കീസ് ഹോം വി യൂസ് എ നമ്പർ ഓഫ് ഗാഡ്ജറ്റ്സ് ടു മേക്ക് അവർ വർക്ക് ഈസിയർ. ദേ എഡ്യൂക്കേറ്റ് ആൻഡ് എൻ്റർടൈൻ അസ് ടു, ബട്ട് ഓഫൺ ദേ ആർ മിസ്യൂസ്ഡ്. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പോസ്റ്റർ തയ്യാറാക്കാം. 2-3 എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത്രയുമാണ് 7ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠത്തിലെ ആക്ടിവിറ്റീസ്. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.